السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. قال الله عز وجل: الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഖാദിസിയ്യ നിലാവിൻ്റെ 4ാമത്തെ സുദിനത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സുഹൃതങ്ങളൊക്കെ, നന്മകളൊക്കെ സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിനെ ആദരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൻ്റെ പുണ്യമാക്കപ്പെട്ട രാവുകളും പകലുകളും നമ്മിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ദിനരാത്രങ്ങളിൽ വളരെ റാഹത്തായി ആരാധനകൾ ചെയ്യാൻ, സന്തോഷത്തോടുകൂടെ ആരാധനകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവസാനത്തെ 10 ആകുമ്പോഴേക്ക് മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന 10 ആദരിക്കാനും ആരാധനകളെ കൊണ്ട് ധന്യമാക്കാനും വേണ്ടി പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നു. ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമദാന, റമദാനിൻ്റെ അവസാനത്തെ 10 ആയാൽ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നു, അഹിയൽ ലൈല. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവുകളെ ഹയാത്താക്കുമായിരുന്നു, സജീവമാക്കുമാരെ കൊണ്ട് സജീവമാക്കുമായിരുന്നു മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമദാന അഹിയൽ ലൈല, രാത്രിയെ ഹയാത്താക്കുകയും വഅയ്ഖദ അഹ്ലഹു, തൻ്റെ കുടുംബത്തെ ഉണർത്തുകയും അവരെ കൊണ്ടും ആരാധനകൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വശദ്ദൽ മിഖ്ദറ, തൻ്റെ അരയുടുപ്പൊന്ന് സജീവമാക്കുമായിരുന്നു, ഒന്ന് ഉറപ്പിച്ച് എടുക്കുമായിരുന്നു. ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളെ തുണിയൊക്കെ ഒന്ന് ശരിക്ക് ഉടുക്കുന്നത് പോലെ, അഥവാ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ, അവസാനത്തെ 10 മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഒന്ന് ഒരുങ്ങുമായിരുന്നു. അഹിയൽ ലൈല വഅയ്ഖദ അഹ്ലഹു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉറങ്ങാതെ ഒരുപാട് ആരാധനകൾ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഒരുങ്ങാറുണ്ടായിരുന്നു. യജ്തഹിദു ഫീ റമളാന മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമളാനിൽ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്ത മാസങ്ങളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനിക്കുമായിരുന്നു. കൂടുതൽ സൽക്രമങ്ങൾ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുമായിരുന്നു. വഫി അശ്റിൽ അവാഖിരി മിൻഹു മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അവസാനത്തെ 10 കൊണ്ടായാൽ മറ്റ് 10കളിൽ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ അതിനേക്കാൾ കൂടുതൽ സജീവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുമായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. റമദാൻ അല്ലാത്ത കാലത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വളരെ ഉത്സാഹത്തോടുകൂടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകൾ ചെയ്യുമായിരുന്നു. റമദാനിലെ മറ്റ് 10കളേക്കാൾ കൂടുതൽ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10ൽ പരിശ്രമിക്കുമായിരുന്നു. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ റാഹത്തോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിനെ വരവേൽക്കുമായിരുന്നു. അവസാന സമയമാകുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് നമുക്ക് വേദന തോന്നും. അത് ഒരു ദിവസം പിന്നിടുന്തോറും റഹ്മാനായ തമ്പുരാനെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, അടുത്ത വർഷം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് ആസ്വദിക്കാൻ, ആരാധനകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാൻ ഈ പുണ്യങ്ങളുടെ മുക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ അടുത്ത വർഷം ഞാൻ ജീവനോടുകൂടെ ഉണ്ടാകുമോ എന്നൊരു പേടി നമുക്കൊക്കെ ഉണ്ടാവണം. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാൻ ശരീഫിൽ അവസാനത്തെ സമയമാകുമ്പോൾ റസൂലുള്ളാഹി ഇത്തിക്കാഫിരിക്കാറായിരുന്നു പതിവ്. സ്ഥിരമായി മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10ൽ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമായിരുന്നു. റസൂലുള്ളാഹിക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ പള്ളിയിലേക്ക് അങ്ങോട്ട് എത്തിക്കാറായിരുന്നു പതിവ്. പ്രത്യേകിച്ച് അവസാനത്തെ 10ൽ മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തിക്കാഫിരിക്കാറായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇഅ്തഖഫ അശ്റൻ മിൻ റമളാന കാന കഹജ്ജതൈനി വ ഉംറതൈനി. വല്ലവനും റമളാനിലെ 10 ദിവസം വല്ലവനും ഇത്തിക്കാഫിരുന്നാൽ കാന കഹജ്ജതൈനി വ ഉംറതൈനി, അവൻ 2 ഹജ്ജ് ചെയ്തവരെ പോലെയാണ്, 2 ഉംറ ചെയ്തവരെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ മൻ ഇഅ്തഖഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി 3 ഖനാദിക അബ്അദ മിമ്മാ ബൈനൽ ഖാഫിഖൈൻ. വല്ലവരും അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വല്ലവരും ഇത്തിക്കാഫിരുന്നാൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരുപാട് ദൂരെയാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. നരകത്തിൽ നിന്ന് അവനെ ഒരുപാട് ദൂരെയാക്കും എന്ന് മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ അവസരം നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. ഈ അവസരത്തിൽ പള്ളിയിൽ ഇത്തിക്കാഫിരുന്ന് കൂടുതൽ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമ്മൾക്ക് കഴിയണം. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായാലും സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നേതാവാണ്, സ്വർഗത്തിലെ നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, പ്രയാസമേ അല്ല.
ആയിരക്കണക്കിന് ആളുകളെ നരകമോചനം നടത്തുന്ന ഈ 10 മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയെങ്കിൽ, ആരാധനകൾ ചെയ്യാൻ വേണ്ടി അത്രത്തോളം മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചെങ്കിൽ, പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ പരിശ്രമിച്ചു, അതിനേക്കാൾ കൂടുതൽ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശ്രമിച്ചെങ്കിൽ, പാപികളായ ദോഷികളായ ഒന്നുമല്ലാത്ത നാം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിന്റെ ദിനരാത്രങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി ധന്യമാക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ ശരീഫ് നമ്മിൽ നിന്ന് വിട വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാൻ ശരീഫിൽ നമ്മോട് കൂടെയുണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അവർക്ക് ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അടുത്ത വർഷം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ ആരാധനകൾ ചെയ്യാൻ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിനെ ആദരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഉണ്ടാവുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകൾ കൂടുതൽ ചെയ്ത് ഈ അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സന്മനസ്, ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഉണ്ടാക്കി തരട്ടെ. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാഹു തആല നമുക്കൊക്കെ നൽകട്ടെ. ഈ മഹാമാരി കാലത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പ്രയാസപ്പെട്ട് വീടുകളിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ച ആ ഒരു പ്രയാസം എന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ വർഷമെങ്കിലും പൂർണ്ണമായ രൂപത്തിൽ പള്ളികളിൽ ജമാഅത്ത് നടത്താനും, അതുപോലെ തന്നെ ജുമുഅ നിർവഹിക്കാനും, അതേപോലെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാനുമുള്ള ഒരു സാഹചര്യം, നല്ലൊരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. സംഭാവനകൾ ചെയ്യാനും, ഈത്തിക്കാഫ് ചെയ്യാനും, ദാനധർമ്മങ്ങളുമൊക്കെ ചെയ്യാൻ വളരെ നല്ല ഒരു മാസമാണ്, പുണ്യമാക്കപ്പെട്ട മാസമാണ്. മറ്റ് മാസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ദാനധർമ്മങ്ങൾക്ക് പ്രതിഫലമുള്ള മാസമാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ ഉപ്പയുടെ പേര്, നമ്മുടെ ഉമ്മയുടെ പേര്, നമ്മുടെ ഭാര്യയുടെ പേര്, നമ്മുടെ ഭർത്താവിൻ്റെ പേര്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേര് നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ സംഭാവന ചെയ്ത് ദുആ ചെയ്യിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നല്ല ഒരു പ്രാർത്ഥനാ സദസ്സോടുകൂടെ, ദുആയോടുകൂടെ നമ്മുടെ ഈ സദസ്സ് അവസാനിക്കുകയാണ്. അതിൻ്റെ മുമ്പായി നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നമ്മളിലേക്കെത്തുന്ന, നമ്മുടെ വീടുകളിലേക്കെത്തുന്ന കവറുകളിലിട്ട് നമ്മൾ സംഭാവനകൾ ചെയ്യണം. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ സംഭാവന ചെയ്യുമ്പോൾ, ഹദിയ ചെയ്യുമ്പോൾ, സ്വതക്ക ചെയ്യുമ്പോൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം കിട്ടും. നാം നമ്മുടെ മരണപ്പെട്ട ഉപ്പയുടെ പേരിൽ 1000 രൂപ നമ്മുടെ പള്ളിയിലേക്ക്, നമ്മുടെ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ മദ്രസയിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 1000 രൂപ നൽകിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ പുറമേ ഒന്നും കുറയാതെ അതിൻ്റെ പ്രതിഫലം നമ്മുടെ മരണപ്പെട്ട ഉപ്പയുടെ ഖബറിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സംഭാവനകൾ ചെയ്യുമ്പോൾ നമ്മുടെ മരണപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, അവരുണ്ടാക്കിയ വീട്, അതെല്ലാമാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെ നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവരുടെ പേരിൽ നമ്മൾ സംഭാവന ചെയ്യാൻ മറക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകും. നമ്മുടെ മക്കളും നമുക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മളും നമ്മുടെ മക്കളെ അത് ശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെ സദാ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അവരുടെ അവസ്ഥ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ഖബറിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന നൽകി എൻ്റെ ഉപ്പയുടെ ഖബർ ജീവിതം ഒന്ന് സന്തോഷത്തിലാക്കട്ടെ, എൻ്റെ ഉമ്മയുടെ ഖബർ ജീവിതം ഒന്ന് സന്തോഷത്തിലാക്കട്ടെ, എൻ്റെ മരണപ്പെട്ട ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഖബർ ജീവിതം ഒന്ന് സന്തോഷത്തിലാക്കട്ടെ എന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ആലോചിച്ചാൽ
അവർക്ക് വലിയ ഒരു സന്തോഷമായിരിക്കും. അതോടുകൂടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിൽ സംഭാവന ചെയ്ത പ്രതിഫലവും നമുക്ക് ലഭിക്കും. സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകൾ അത് സക്കാത്ത് നൽകണം. സമ്പത്തിൻ്റെ സക്കാത്ത് നമ്മൾ നൽകിയിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകിയിരിക്കണം. നൽകാനുള്ളതൊക്കെ നമ്മൾ നൽകണം. അതൊന്നും നമുക്കൊരു കുറച്ചിലും വരുത്തുകയില്ല. എല്ലാവിധ സന്തോഷവും റാഹത്തും അഭിവൃദ്ധിയും നമുക്ക് വരികയേ ഉള്ളൂ. സക്കാത്ത് കൊടുക്കാനുള്ളവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് الذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, സമ്പത്തിന് സക്കാത്ത് കൊടുക്കാതെ സമ്പത്ത് സംഘത്തിന് തങ്കരിച്ചു വെക്കുന്നവൻ, സൂക്ഷിച്ചു വെക്കുന്നവൻ, അവനിക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. എന്തുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം? ശക്തമായ ശിക്ഷയുണ്ടാവുമെന്ന് അവരോട് നബിയെ തങ്ങൾ പറയണം. എന്തായിരിക്കും അവർക്കുള്ള ശിക്ഷ? അവർ സക്കാത്ത് കൊടുക്കാതെ സമ്പന്നന്റെ സക്കാത്ത് സമ്പത്തിൽ നിന്നൊരംശം പാവപ്പെട്ടവന്റെ അവകാശമാണ്, സക്കാത്തിന്റെ അവകാശമാണ്. സക്കാത്തിന് അർഹനായിട്ട് സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ടവനായിട്ട് കൊടുക്കാതെ ആ മുതൽ സൂക്ഷിച്ചു വെച്ചാൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോഹങ്ങളായിട്ട് ഇരുമ്പായിട്ട് മറ്റുമായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ട് ആ നരകത്തിലിട്ട് ചൂടാക്കിയിട്ട് അതിന് നിന്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെച്ച് ചൂടാക്കപ്പെടും. എന്നിട്ട് നിന്നോട് പറയും, ഇതാണ് സക്കാത്ത് കൊടുക്കാതെ സംഭാവന ചെയ്താതെ സക്കാത്തിൻ്റെ അവകാശികൾക്ക് നിന്റെ സമ്പത്തിൽ നിന്ന് നൽകാതെ നീ സൂക്ഷിച്ചു വെച്ച സമ്പത്താണിത്. ഫദൂഖു, നീ രുചിക്കുക, നീ അനുഭവിക്കുക, നീ സൂക്ഷിച്ചു വെച്ച സമ്പത്ത് കൊണ്ടുള്ള ശിക്ഷ നീ അനുഭവിക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ ശരീരമാസകലം അതുകൊണ്ട് ചൂടാക്കപ്പെടുകയും ശക്തമായി അവനെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് നൽകേണ്ട സമയം നമ്മിലേക്ക് വരുന്നു. രൂപങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അപ്പോൾ സക്കാത്ത് നൽകേണ്ട നമ്മൾ നൽകണം. അതിൻ്റെ പുറമെ ദാനധർമ്മങ്ങൾക്ക് പറ്റിയ മാസമാണിത്. പാവപ്പെട്ടവരെ സഹായിക്കാൻ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കാൻ, ദീനീ സ്ഥാപനങ്ങൾ സഹായിക്കുമ്പോൾ, ദീനീ സ്ഥാപനങ്ങളിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ നന്മകൾക്കും നമുക്ക് പ്രതിഫലം നൽകുന്നു. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പ്രതിഫലം നൽകുന്നു. ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് എത്തുന്നു. അപ്പോൾ മരണപ്പെട്ടവരുടെ പേരിൽ നല്ല നല്ല സ്വതക്കുകൾ, മരണപ്പെട്ട പിതാവിൻ്റെ പേരിൽ, ഉമ്മയുടെ പേരിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട വല്ലിപ്പയുടെ പേരിൽ, വല്യമ്മയുടെ പേരിൽ നാം നമ്മിലേക്ക് നൽകുന്ന കവറുകളിൽ നല്ല നല്ല സംഖ്യകളിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സംഭാവനകൾ നൽകണം. ഇതാണ് നമുക്ക് ബാക്കിയുണ്ടാവുക. നാം മരണപ്പെട്ടു പോകുമ്പോൾ ഒന്നും നമ്മോടും കൊണ്ടുപോവുകയില്ല. നമ്മുടെ സമ്പത്തിൽ നിന്ന് 3 കഷ്ണം തുണിയല്ലാതെ മറ്റൊന്നും നമ്മളാരും കൊണ്ടുപോവുകയില്ല. നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. അവർ ഉണ്ടാക്കി വെച്ച സമ്പത്തൊക്കെ ഇന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കാര്യമായി നമ്മളൊന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് നാം ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സദഖത്തു റദ്ദുൽ ബലായ, ദാനധർമ്മങ്ങൾ പ്രയാസങ്ങളെ തടയുമെന്നാണ് മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ദാനധർമ്മങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഒരുപാട് സമ്പത്ത് സൂക്ഷിച്ചു വെച്ച് പലപ്പോഴും നമ്മിൽ നിന്ന് പലർക്കും വലിയ വലിയ അസുഖങ്ങൾ വന്ന് ലക്ഷക്കണക്കിന് രൂപ ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കൊക്കെ വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കുമാറാവട്ടെ. ഒരുപാട് നമ്മൾ സൂക്ഷിച്ചു വെച്ച് ഒരു ബർക്കത്തുമില്ലാതെ ആശുപത്രികളിൽ ചെലവഴിക്കേണ്ട അവസ്ഥ നമുക്ക് വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങളുടെ പുണ്യം കൊണ്ട് വലിയ വലിയ വിപത്തുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളുടെ സദസ്സുകളെ നീ കബൂലാക്കണേ തമ്പുരാൻ. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇജാബത്തുള്ള സദസ്സാക്കണേ തമ്പുരാൻ.
പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സാലിഹായ അമലായി ഞങ്ങളിൽ നീ കബൂലാക്കണേ അല്ലാഹ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. പല ഉദ്ദേശങ്ങളും വെച്ച് ഞങ്ങളുടെ സദസ്സുകളിലേക്ക് സംഭാവന നൽകുന്നവരുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ലോ, നീ സാധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ എല്ലാറ്റിലും നീ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണേ തമ്പുരാൻ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നല്ല അഖ്ല് നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധി നൽകണേ തമ്പുരാൻ. ഹിഫ്ള് നൽകണേ തമ്പുരാൻ. അതവുള്ള അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് തമ്പുരാനെ. അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടെ നടക്കുന്ന എല്ലാ സദസ്സുകളുടെയും സവാബിനെ അവരിലേക്ക് നീ എത്തിക്കണേ തമ്പുരാൻ. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഞങ്ങളുടെ സദസ്സുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവർ, ഓൺലൈൻ പരിപാടികളിൽ എല്ലാറ്റിലും സജീവമായി പങ്കെടുക്കുന്ന സഹോദര സഹോദരിമാർ ഒരുപാട് ആളുകളുണ്ടല്ലോ. എല്ലാവരെയും നിനക്കറിയാം അല്ലാഹ്. അവർക്ക് പ്രത്യേകമായി നിങ്ങൾ ദുആ ചെയ്യുന്ന തമ്പുരാൻ. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങളെയും അവരെയും നീ കാക്കണേ തമ്പുരാൻ. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. നിന്റെ ഹിമായത്ത്, നിന്റെ ഹിഫ്ളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല തമ്പുരാൻ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെയും മഹ്ദറയുടെയും ബദർ മൗലൂദിൻ്റെയും ഇവിടെ നടക്കുന്ന എല്ലാ സദസ്സുകളുടെയും ഹഖ് ജഹബർക്കത്തുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ മഹാമാരിയിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാഹ്. നീ രക്ഷിക്കണേ അല്ലാഹ്. ഒരു ഹിമായത്ത്, ഒരു ഹിഫ്ള് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് ഒരു മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഒരു ഹിഫ്ള് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിലാണുള്ളത് തമ്പുരാനെ. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നവർ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റാഹത്തായ മരണമാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. اللهم اجعل اخر كلامنا قول لا اله الا الله. توفنا مسلمين والحقنا بالصالحين. توفنا مسلمين والحقنا بالصالحين. اللهم توفنا مسلمين والحقنا بالصالحين. آمين بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. دعاء وصية. السلام عليكم ورحمة الله وبركاته.